വീണ്ടും ഒരു വസന്തം കൂടി. രചന സംഭാഷണം രുദ്രപ്രിയ. രമേശൻ്റെ പെണ്ണുകാണൽ ചടങ്ങാണ്. അച്ഛനും അമ്മയും ശിവനും നന്ദുവും രമേശനും സത്യയും സാരംഗവും കൂടിയാണ് പോയത്. അച്ഛൻ്റെ മരണശേഷം തീർത്തു ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന മൃണാളിനിയും അമ്മയും. ബന്ധുക്കളുടെ പോക്കുവരവുകൾ അതോടെ നിലച്ചു. പിന്നെ ബന്ധം പുതുക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ബന്ധുബലം തീരെ കുറവാണ്. എല്ലാ കാര്യങ്ങളും രമേശനോട് മൃദുല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് കുറവാണെന്നുള്ള പരാതി അവിടെ ആർക്കുമില്ലായിരുന്നു. വിവാഹം പെണ്ണുകാണൽ അതിഗംഭീരമായി കഴിഞ്ഞു. അതിൻ്റെ പേരിൽ രമേശനെ നല്ലവണ്ണം കളിയാക്കുകയും ചെയ്തു. ബാക്കിയുള്ള രണ്ടുപേരും കൂടി ചേർന്ന് നൂലുകെട്ടിന് വന്നപ്പോൾ തന്നെ മൃദുലയുമായി നന്ദു നല്ലൊരടുപ്പം സൂക്ഷിച്ചാണ് തിരികെ വിട്ടത്. ഇരുവരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കി അടുത്ത ഒരു മുഹൂർത്തം കുറിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പിരിഞ്ഞത്. സത്യ ഓഫീസിൽ നിന്നും വരുമ്പോൾ അവനെയും കാത്ത് സുമയുണ്ടായിരുന്നു. പതിവില്ലാതെയുള്ള അമ്മയുടെ ഇരുത്തം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാര്യമായി എന്തോ പറയാനുണ്ടെന്ന്. ദയനീയമായ മുഖത്തോടുകൂടി നന്ദുവിനെ നോക്കിയപ്പോൾ കാര്യം ഏകദേശം എന്താണെന്ന് മനസ്സിലായി. അമ്മ പറഞ്ഞു തുടങ്ങും മുമ്പേ തന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അത് പിന്നെ അമ്മ, ഞാൻ അങ്ങനെയല്ല, പെട്ടെന്ന് ഇന്നലെ അങ്ങനെ. നീ എന്തൊക്കെയാ സത്യ പറയുന്നത്? ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പ്രസവം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ലവണ്ണം ശ്രദ്ധിക്കണം. നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് നീ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ റൂമിലേക്ക് മാറിയത്. അവളുടെ ശരീരം ഉലയാൻ പാടില്ല. പ്രസവരക്ഷ നല്ലവണ്ണം കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞ് എന്നോട് പറയണം. മാത്രവുമല്ല, കുറച്ച് ദിവസത്തേക്ക് രണ്ടുപേരും സൂക്ഷിച്ചും കണ്ടും പെരുമാറിയാൽ മതി. അവസാനത്തെ വാക്യം പറയുമ്പോൾ അമ്മ കനപ്പിച്ച് സത്യയെ നോക്കി. അമ്മ പുറത്തേക്ക് പോകുമ്പോൾ സത്യ ഡോറടച്ച് നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അമ്മയെല്ലാം അറിഞ്ഞോ? എങ്ങനെയടി അറിഞ്ഞത്? നീ വല്ലതും പറഞ്ഞു കൊടുത്തോ? കള്ളം പിടിപ്പിക്കപ്പെട്ട കുട്ടിയെപ്പോലെ നന്ദു ഒന്നും മിണ്ടാതെ നിന്നു. ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. വാഷ് ചെയ്യാനുള്ള തുണി എടുക്കാനായി അമ്മ വന്നപ്പോൾ ബെഡ്ഷീറ്റിൽ ഇന്നലെ ആ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാൻ മറന്നതാണ് പ്രശ്നമായത്. അതുപോട്ടെ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാൽ ശരീരം ഒരുപാട് ഇളക്കാതെ എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി നീ. അതിന് കുഴപ്പമില്ലല്ലോ. അവളുടെ മുഖത്തേന്ന് നോക്കി ചിരിയോടെ പറഞ്ഞപ്പോൾ നന്ദു സത്യയെ പിടിച്ച് നല്ലൊരു ഉന്ത് വെച്ച് കൊടുത്തു. ഇപ്പോൾ വഷളൻ ഞാനോ? എൻ്റെ വഷളത്തരം പെണ്ണ് കാണാൻ പോകുന്നതേ ഉള്ളൂ. അവളെ തൂക്കിയെടുത്തതും അതുപോലെ തന്നെ താഴേക്ക് വെച്ചു. ഒരാവേശത്തിൽ ചെയ്തു പോയതാണ് മോളെ. റിസ്ക് എടുക്കാൻ വയ്യ. അവളെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ മുഖമമർത്തി ആഞ്ഞു ശ്വസിച്ച് പെണ്ണിൻ്റെ മണം, പാലിൻ്റെയും വിയർപ്പിൻ്റെയും സമ്മിശ്ര ഗന്ധം കഴുത്തിൽ ചുണ്ടുകൊണ്ട് നുണഞ്ഞു. അവളുടെ വയറിൽ അവൻ്റെ കൈകൾ ഇഴഞ്ഞു നടന്നു. കഴുത്തിൽ നിന്നും നേരി ചുണ്ടിൽ നിന്നും ചേക്കേറി അവളുടെ ചുണ്ടിനെ നുണഞ്ഞെടുത്തു. ഒടുവിൽ അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവളുടെ ചുവന്ന ചുണ്ട് തുടുത്തു. മുഖത്തും ചുവപ്പ് രാശി പടർന്നു. ഇങ്ങനെ ചുവന്ന് തുടുക്കല്ലേ, കൺട്രോൾ പോവും മോളെ. ഈ ഇടയായി തീരെ കൺട്രോളില്ല. നീ അടുത്ത് വരുമ്പോൾ അവളുടെ കൈ രണ്ടും എടുത്ത് അവൻ്റെ തോളിലേക്ക് വെച്ച് കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. പ്രസവം കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ച് കുറച്ചുകൂടി സുന്ദരിയായി. കടിച്ച് തിന്നാൻ തോന്നുക. മുഖം മുഴുവൻ ചുംബിച്ചു അവളെ. പെട്ടെന്ന് അവളെ വിട്ടു മാറി. ഞാൻ അമ്മയെ ഈ റൂമിൽ നിർത്തി എൻ്റെ മുറിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതെന്തിനാണ് എന്ന ഭാവത്തിൽ നന്ദു അവനെ നോക്കി. ചോദ്യവും പറച്ചിലുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് നാണി ഉണർന്നു. അവൾ വേഗം കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് പാല് കൊടുക്കാൻ തുടങ്ങി. സത്യ അപ്പോൾ ഫ്രഷാവാൻ പോയി. നിൻ്റെ അച്ഛനെ കുറമ്പ് കൂടുതലാണ് കേട്ടോ. അമ്മയുടെ മുത്തേ. ആഹാ, അമ്മയും മോളും കഥ പറഞ്ഞ് കഴിഞ്ഞില്ലേ? സത്യ അവർക്കൊപ്പം കൂടി. ഇതിങ്ങനെ പെട്ടെന്ന് കഴിയുന്ന കഥയല്ല. കുറുമ്പ് പിടിച്ച ഒരച്ഛൻ്റെ കഥയാണ്. കട്ട് തിന്നുന്ന. എങ്കിൽ പിന്നെ അസലൊരു കള്ളി അമ്മയും കാണും. അച്ഛനെ കട്ട് തിന്നാൻ പ്രേരിപ്പിക്കുന്ന അമ്മ. അത് കേട്ട് നന്ദു ചുണ്ട് കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ ഒന്നും നോക്കല്ലേ പൊന്നെ, ചേട്ടൻ്റെ ചങ്ക് പിടയും. സത്യ നെറ്റി കൊണ്ടുവന്ന് അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. നിന്നെ സ്നേഹിച്ച് കൊതി തീരുന്നില്ല മോളെ. നമ്മുടെ എത്ര സന്തോഷമുള്ള നിമിഷങ്ങളെയാ ഞാൻ കാരണം ഇല്ലാതാക്കിയത്. അതിനെല്ലാം കൂടിച്ചേർത്ത് പലിശ സഹിതം എനിക്ക് നിന്നെ സ്നേഹിക്കണം. സത്യ അവളോട് അല്പം കൂടി ചേർന്നിരുന്നു. സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം, അതിനെല്ലാം സമയവും കാലവുമൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല കൊച്ചേ. എപ്പോൾ വേണമെങ്കിലും സ്നേഹിക്കാം. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. പരസ്പരം പ്രണയിക്കുന്നവരാവണം, ഒരിക്കലും വിട്ടുപിരിയാത്തവരാവണം. അവസാന വാക്ക് പറഞ്ഞപ്പോൾ അവൻ്റെ തൊണ്ട ഇടറി. അത് നന്ദുവിന് മനസ്സിലായി. അതൊക്കെ കഴിഞ്ഞില്ലേ ഏട്ടാ?
ഇപ്പോൾ എല്ലാം ശരിയായി. നമ്മൾ മാത്രമുള്ള ഒരു ലോകമായില്ലേ. പിന്നെയും ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നാൽ ഞാൻ എൻ്റെ പാട് നോക്കി എൻ്റെ വീട്ടിൽ പോവും, പറഞ്ഞേക്കാം. അങ്ങനെ എൻ്റെ ചങ്കി തറയ്ക്കുന്നതൊന്നും പറയല്ലേ പൊന്നെ, നെഞ്ച് തകരും. നീലുവിനെയും കുഞ്ഞിനെയും ഇന്നാണ് ശിവയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് വീട്ടിൽ എല്ലാവർക്കും സങ്കടം. ഇത്രയും ദിവസം വീട്ടിൽ ഒച്ചയും അനക്കവും ഉണ്ടായിരുന്നു. നീലുവും ശിവയും മോനും പോയിക്കഴിഞ്ഞാൽ വീണ്ടും എല്ലാം പഴയതുപോലെയാവും. അവിടെ നിങ്ങൾ രണ്ടുപേരും ഇവളും കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ തങ്കമണി. എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് കൂടിയാൽ പോരെ? മകൾ പോകുന്നതിൻ്റെ വിഷമത്തിൽ വിക്രമൻ തങ്കമണിയോട് ചോദിച്ചു. അതെ അപ്പച്ചി, ശിവയ്ക്കും ഓഫീസിൽ പോകാനും വരാനും ഒക്കെ എളുപ്പം ഇവിടെ നിന്നല്ലേ. അപ്പോൾ പിന്നെ അപ്പച്ചിക്കും നീലുവിനും കൂടി ഇവിടെ നിന്നൂടെ? ഇത് നിങ്ങളുടെയും വീടല്ലേ. എൻ്റെ ഏട്ടൻ്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മോനെ. പക്ഷേ എങ്കിലും ശിവയുടെ അച്ഛൻ്റെ അസ്ഥിത്രം അവിടെയുണ്ട്. അതിലൊരു അന്തിത്തിരിയെങ്കിലും കൊളുത്തി വയ്ക്കാൻ ആരെങ്കിലും വേണ്ടേടാ. ഒരുപാട് ദൂരെ ഒന്നുമല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകാമല്ലോ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, സാരമില്ല. വിക്രമൻ അത്രയും കൂടി പറഞ്ഞപ്പോൾ ആ സംസാരം അവിടെ അവസാനിച്ചു. രാവിലെ മുതലേ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമാണ് നീല് പോകുന്നതിനെക്കുറിച്ച് ഓർത്ത്. അവൾ വന്നതു മുതൽ അമ്മയുടെ ജോലിഭാരം ഇരട്ടിച്ചുവെങ്കിലും എല്ലാ ജോലികളും ഓടി നടന്ന് സന്തോഷത്തോടുകൂടി ചെയ്യും. പ്രസവം കഴിഞ്ഞ് വന്നപ്പോൾ അതിനേക്കാൾ ഇരട്ടി പണിയായി. പക്ഷേ എങ്കിൽ പോലും ഒരിക്കലും ജോലി കൂടുതലാണെന്ന് പറയുകയോ ഭാവിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാ ക്ഷമയോടുകൂടി കൃത്യമായി ചെയ്യും. നീലുവും കുഞ്ഞും റെഡിയാകുന്ന റൂമിൽ തന്നെ ഇരിക്കുകയാണ് ശിവൻ. സാരി ഉടുത്ത് കയ്യിൽ പിടിച്ച് ശിവയുടെ മുന്നിൽ നിൽക്കുകയാണ് നീലു. ശിവേട്ടൻ പറയും, ഇതിലെനിക്ക് ഏതാ മാച്ച്? എൻ്റെ പൊന്നു മോളെ, നീ ഇപ്പോൾ ഏതെടുത്താലും മാച്ചാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചുരിദാർ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം അർജൻറ്റായി ഒരു സൈറ്റ് ഇൻസ്പെക്ഷന് പോകേണ്ട ആവശ്യമുണ്ട്. ശിവേട്ടൻ സൈറ്റ് നോക്കാൻ പോകുന്നതും ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നതിൽ എന്താ ബന്ധം? ശിവൻ എഴുന്നേറ്റ് ഡോറ് പതിയെ ചാരി വെച്ചു. അവളുടെ അടുത്തേക്ക് ചെന്ന് ഇടുപ്പിലൂടെ വെട്ടം പിടിച്ച് തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് അവളുടെ മുഖം അടുപ്പിച്ചു വെച്ചു. അത് പിന്നെ നീ ഇപ്പോൾ സാരി ഉടുക്കുകയാണെങ്കിൽ ശിവേട്ടന് തന്നെ കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ പിന്നെ എൻ്റെ ടൈമിംഗ് എല്ലാം തെറ്റിപ്പോകും. അതുകൊണ്ട് തൽക്കാലം മോള് ചുരിദാർ ഇടുന്നത് തന്നെയാണ് നല്ലത്. ഈ ശിവേട്ടൻ ഒന്ന് പോയേ. കയ്യിലിരിക്കുന്ന സാരി അവൻ്റെ മേലേക്ക് എറിഞ്ഞു നീലു. രാവിലെ അമ്മയ്ക്കുള്ള പതിവ് ചായയുമായി ചെല്ലുകയായിരുന്നു മൃദുല. രാവിലത്തെ ചായ മൃദുലയുടെ കൈകൊണ്ട് തന്നെ അമ്മയ്ക്ക് കിട്ടണം, അത് പതിവാണ്. അതിനുശേഷമുള്ള ബാക്കി ജോലികളിലൊന്നും അമ്മ അവളെ കൈകടത്താൻ അനുവദിക്കില്ല. അതെല്ലാം അമ്മയ്ക്ക് തനിയെ ചെയ്യണം. അതുകൊണ്ട് രാവിലത്തെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചുണർന്ന് പൂജാമുറിയിൽ വിളക്കും വെച്ച് അമ്മയ്ക്കുള്ള ചായയും ഉണ്ടാക്കി മുറിയിൽ വരും മൃദുല. ജനലിലെ കർട്ടനെല്ലാം നീക്കിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മേ, അമ്മേ 1-2 തവണ വിളിച്ചിട്ടും അമ്മയുടെ അനക്കമൊന്നുമില്ല. അവൾ അമ്മയെ മലർത്തി കിടത്തി. നിലവിളിച്ചുകൊണ്ടവൾ പിന്നോക്കം ചേർന്ന് പോയി. അമ്മേ, അമ്മേ. അമ്മയുടെ ശരീരം ആകെ തണുത്തുറഞ്ഞിരിക്കുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വേഗം രമേശൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അതിരാവിലെ തന്നെ മൃദുലയുടെ കോൾ. സാധാരണ കമ്പനിയിലെത്താറാകുമ്പോഴാണ് വിളിക്കുന്നത്, എവിടെ എത്തിയെന്നറിയുന്നതിന് വേണ്ടി. ഇന്നെന്താ ഇത്രയും നേരത്തെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ മൃദു, എന്താടോ ഇത്രയും രാവിലെ? മൃദുലയ്ക്കിൽ നിന്ന് ശബ്ദമൊന്നുമില്ല, ഒരേ കരച്ചിൽ. ഹലോ മൃദു, നീ ഓക്കെ അല്ലേ? എന്തു പറ്റി? രമേശ് ചേട്ടാ, അമ്മ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ശരീരമാകെ തണുത്ത് മരവിച്ചിരിക്കുന്നു. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഒന്ന് വേഗം ഇങ്ങോട്ട് വരുമോ? കരച്ചിലിനിടയിൽ ഇത്രയും അവൾ പറഞ്ഞൊപ്പിച്ചു. അവളുടെ പറച്ചിലിൽ നിന്ന് തന്നെ രമേശന് അപായസൂചന മുഴങ്ങി. അവൻ എന്ത് ചെയ്യുമെന്നറിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ സത്യയുടെ നമ്പറിലേക്ക് വിളിച്ച് അവനെയും വിവരമറിയിച്ചു. സത്യ ധൃതിയിൽ സാരംഗിനെയും വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു. എടാ, ഇതിപ്പോൾ നീ എന്തായാലും വേഗം റെഡിയായി ഇറങ്ങാൻ നോക്ക്. നമുക്ക് എന്തായാലും അവിടെ വരെ പോകാം. അവർക്കധികം ബന്ധുക്കളില്ലെന്നറിയാമല്ലോ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ ഇവരുടെ കുടുംബവുമായി സഹകരണത്തിലും അല്ല. അന്ന് മൃദുലയുടെ അമ്മ പറഞ്ഞത് അങ്ങനെയാണ്. അവൻ ധൃതി പിടിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ നന്ദു സത്യയുടെ അടുത്തേക്ക് വന്നത്. എന്താ ഏട്ടാ, ഇത്രയും രാവിലെ ഇതെവിടെ പോകുന്നു? ഒരു കാര്യമുണ്ട്, ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പോൾ പറഞ്ഞിട്ട് പോയാൽ മതി. പെണ്ണിനിപ്പോൾ എല്ലാ കാര്യത്തിലും കടുംപിടുത്തവും നിർബന്ധവുമാണ്. പറയാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവനോട് കാര്യം പറഞ്ഞു. കേട്ടപ്പോൾ നന്ദുവിന് വല്ലാത്ത സങ്കടം തോന്നി. ഞങ്ങൾ അവിടെ ചെന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ഇവിടുന്ന് ലതാമ്മയും അമ്മയും വരുമ്പോൾ നീയും കൂടി വന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് സാരംഗിനെയും കൂട്ടി സത്യവേഗം വീട്ടിൽ നിന്നിറങ്ങി. അവർ പോകുന്ന വഴിക്ക് തന്നെ സാരംഗ് ആരെയോ വിളിച്ച് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. രമേശൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ കിടക്കയിൽ അവരെയും ചുറ്റി പിടിച്ച് കരയുന്ന മൃദുലയെയാണ് കാണുന്നത്.
അവളുടെ ഉച്ചത്തിലുള്ള കരച്ചിലും ബഹളവും കേട്ടാണ് തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നുള്ളവർ പോലും അവളുടെ അമ്മയുടെ മരണവിവരം അറിയുന്നത്. എല്ലാവരുടെയും നോട്ടം ആലംബമില്ലാതെ കരയുന്ന ആ പെൺകുട്ടിയിലായിരുന്നു. രമേശിനെ കാണുമ്പോൾ മൃദുവിൻ്റെ കരച്ചിലിന് ആക്കം കൂടി വന്നു. അവൾ എഴുന്നേറ്റ് അവൻ്റെ മാറിലേക്ക് അലച്ച് തല്ലി വീണു. എൻ്റെ അമ്മ, അമ്മ പോയി. ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ല രമേശ് ചേട്ടാ, എന്നെ വിട്ട് പോയെന്ന്. എനിക്ക് ആരുമില്ലെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ട് അമ്മ എന്തിനാ എന്നെ തനിച്ചാക്കിയത്? തൻ്റെ മാറിൽ കിടന്ന് കരയുന്നവളോട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് രമേശന് അറിയില്ലായിരുന്നു. അവളുടെ സങ്കടങ്ങൾ മുഴുവൻ കരഞ്ഞു തീർക്കട്ടെ എന്ന് രമേശനും കരുതി. അയൽക്കാരായി കുറച്ചുപേർ ഉണ്ടായിരുന്നവർ ചുറ്റും മാറി നിന്ന് പരിതപിക്കുന്നു. കരഞ്ഞു തളർന്നവളെ രമേശൻ ബെഡിൽ കൊണ്ട് കിടത്തി. സത്യയും സാരംഗും എത്തുമ്പോൾ തന്നെ അവർക്കൊപ്പം മറ്റൊരു കാറും കൂടി അവിടെ വന്നു. കാറിൽ നിന്നും ഡോക്ടർ രാജലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി. സത്യയ്ക്കും സാരംഗിനുമൊപ്പം ഡോക്ടർ കൂടി മുറിയിലേക്ക് കയറി. അമ്മയുടെ തൊട്ടടുത്ത കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന മൃദുലയെ ഡോക്ടർ രാജലക്ഷ്മി ഒന്ന് നോക്കി. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട പരിചയം. അമ്മയെ ചെക്ക് ചെയ്തതിൽ നിന്നും മരണം നടന്നിട്ട് മണിക്കൂറുകളായിരുന്നെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് വരുത്തി ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മരണവാർത്ത അറിഞ്ഞ് ഈശ്വരമംഗലത്ത് നിന്ന് രമേശൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും മൃദുലയുടെ വീട്ടിലേക്ക് എത്തി. നന്ദു വന്നത് കുഞ്ഞിനെയും കൊണ്ടായിരുന്നു. ഉടനെ തന്നെ മൃദുലയുടെ അടുത്തേക്ക് ചെന്ന് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ശിവനെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് സത്യ തന്നെയായിരുന്നു. നീലുവിനെയും കുഞ്ഞിനെയും വീട്ടിലാക്കി അർജൻറ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശിവയ്ക്ക് മെസ്സേജ്. മീറ്റിംഗ് എങ്ങനെയൊക്കെയോ അറ്റൻഡ് ചെയ്ത ശേഷം നേരെ മരണ വീട്ടിലേക്ക് തിരിച്ചു. രാജലക്ഷ്മി ഹോസ്പിറ്റലിലെത്തിയതിന് പിന്നാലെ തന്നെ സത്യയും സാരംഗും കൂടി ഹോസ്പിറ്റലിലെത്തി. വീട്ടിലെ കാര്യങ്ങളെല്ലാം രമേശിനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലെത്തിയത്. അവർ ഹോസ്പിറ്റലിലെത്തിയതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഏകദേശം ഉച്ച കഴിഞ്ഞു ബോഡി വീട്ടിലെത്തിക്കാൻ. പ്രാഥമിക നിഗമനത്തിൽ അമ്മയ്ക്ക് സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു. വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടണമായിരുന്നു. മൃദുലയുടെ അച്ഛൻ്റെ വീട്ടുകാർ എന്ന് പറയാൻ 1-2 വീട്ടുകാർ വന്നിട്ടുണ്ട്. അവിടെയും ചർച്ച കർമ്മങ്ങൾ ആര് ചെയ്യുമെന്നതിനെക്കുറിച്ച് തന്നെയായിരുന്നു. ഒടുവിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേട്ട് മൃദുല തന്നെ മുന്നിലേക്ക് വന്നു. എൻ്റെ അമ്മയുടെ കർമ്മങ്ങൾ ഞാൻ തന്നെ ചെയ്തു കൊള്ളാം. അതിനുവേണ്ടി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് അവിടെ ഒരു ചർച്ച നടക്കാൻ രമേശന് സത്യയും സാരംഗ് സമ്മതിച്ചില്ല. കഴിഞ്ഞ് ബോഡി വീട്ടിലെത്തുമ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം രാമലക്ഷ്മി മരണ വീട്ടിലെത്തി. അവളെ കൊണ്ടാവുന്ന വിധത്തിൽ മൃദുവിനെ സമാധാനപ്പെടുത്തുന്നുമുണ്ട്. ഏകദേശം 2 മണി കഴിഞ്ഞപ്പോൾ മരണാനന്തര ചടങ്ങുകൾ ആരംഭിച്ചു. മൃദുല തന്നെയാണ് ചടങ്ങുകളെല്ലാം ചെയ്തത്. ഒടുവിൽ അമ്മയുടെ ദേഹം ചിതയിലേക്ക് എടുക്കുമ്പോൾ അവൾ ബോധമറ്റ് നിലത്തേക്ക് വീണു. അവളെ താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ളവർ. കർമ്മങ്ങൾ ചെയ്യാൻ ഇനിയും ആരാണ് എന്ന ചോദ്യം അവിടെ ബാക്കിയായപ്പോൾ ശിവൻ രമേശൻ്റെ അടുത്തേക്ക് വന്നു. അറിവില്ലാത്ത പ്രായത്തിൽ നിൻ്റെ അമ്മയ്ക്ക് കൊള്ളിവെച്ചത് നീയാണ്. ഇപ്പോൾ അറിവായപ്പോൾ മറ്റൊരമ്മയ്ക്ക് കൂടി നിൻ്റെ കൈകൊണ്ട് കർമ്മം ചെയ്യുന്നു. മൃദുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി മറ്റാര് കർമ്മം ചെയ്യുന്നതിലും നല്ലത് നീ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മോൻ പോയി കുളിച്ച് ഈറൻ മാറി വാ. അതിനെ എതിർക്കുന്നതിന് വേണ്ടി ആദ്യം മുന്നിലേക്ക് വന്നത് മൃദുലയുടെ വല്യച്ഛനായിരുന്നു. അങ്ങനെ അന്യനായുള്ള ഒരാളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കേണ്ട ആവശ്യകതയൊന്നും ഞങ്ങളുടെ അനിയന് വന്നിട്ടില്ല. കർമ്മം ചെയ്യാൻ ആരുമില്ലെങ്കിൽ നമുക്ക് കറണ്ടിൽ വയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അതാകുമ്പോൾ നമ്മളൊന്നും അറിയുകയും വേണ്ട. നിർത്തുന്നുണ്ടോ നിങ്ങൾ? മരണ വീടാണെന്ന് ഞാനല്ലെങ്കിൽ മറന്നു പോകും. മൃദുവിൻ്റെ അമ്മയ്ക്ക് കർമ്മം ചെയ്യാനുള്ള യോഗം എനിക്കാണെങ്കിൽ ഞാനത് തന്നെ ചെയ്യും. അതിനിടയിൽ ഇടാനും കുറ്റം പറയാനും ആരെങ്കിലും വന്നാൽ രമേശൻ്റെ മറ്റൊരു മുഖം കാണും. ചടങ്ങുകളെല്ലാം കഴിഞ്ഞുവെങ്കിലും മൃദുലയെ മാത്രം ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ബന്ധുക്കളെല്ലാം പോകാനായി ഇറങ്ങുമ്പോൾ ശിവൻ അവളുടെ അടുത്തേക്ക് വന്നു. മൃദുലയുടെ അച്ഛൻ്റെ സഹോദരന്മാരായിരുന്നു മറ്റു 2 പേർ. നിങ്ങളെല്ലാവരും ഇങ്ങനെ പോയാൽ ആ കുഞ്ഞിവിടെ തനിച്ചാകില്ലേ? അതിൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും നിങ്ങൾക്ക് ബന്ധുക്കൾക്കില്ലേ? ഇത്രയും നേരം ഇവിടെ ബന്ധുത്വം കൊണ്ടാടാൻ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഏറ്റെടുക്കുക കൂടി അങ്ങ് ചെയ്താൽ പോരെ? ഞങ്ങളുടെ മോളുടെ വിവാഹാലോചന വന്നപ്പോൾ ബന്ധുക്കളായി മാറിയവരാണ്. പക്ഷേ നിങ്ങളങ്ങനെയല്ലല്ലോ. സ്വന്തം സഹോദരൻ്റെ മോളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടില്ലേ? ഇത്രയും കാലം ഞങ്ങളുമായി ഒരടുപ്പവും ഇല്ലാതിരുന്ന ഇവളെ അമ്മയെയും ഞങ്ങളും എന്നേ മറന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു മരണം നടക്കുമ്പോൾ ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കേണ്ടത് നാട്ടുനടപ്പിൻ്റെ ഭാഗമല്ലേ? അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും? അപ്പോൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വന്നതാണെന്ന് അറിഞ്ഞില്ല. ശിവനും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ലായിരുന്നു. ഇനിയിപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങളുടെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. രമേശ.
ശിവൻ വിളിച്ചപ്പോൾ രമേശൻ അയാളുടെ അടുത്തേക്ക് വന്നു. നീ ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടതാണല്ലോ. സ്വന്തക്കാരും ബന്ധുക്കളും ഒന്നുമില്ലാത്ത ഒരു പാവം കുട്ടിയാണ്. അവളെ ഏറ്റെടുക്കുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലച്ച, ആരെതിർത്താലും ഞാൻ മൃദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടും. അവളുടെ അമ്മയാണ് മരിച്ചത്. അതിൻ്റെ കുറച്ച് ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവളുടെ അമ്മയ്ക്ക് അതുകൊണ്ട് സന്തോഷമേ ആകൂ. അപ്പോൾ പിന്നെ ബന്ധുക്കൾ ഇനി നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിന്ന് കാല് കഴിപ്പിക്കേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ശിവൻ്റെ മാസ് ഡയലോഗ് കേട്ടപ്പോൾ സത്യയും സാരംഗും കണ്ണു മിഴിച്ചു നിന്നു. എന്നാൽ പുറത്തു നടന്ന വാഗ്വാദങ്ങളെല്ലാം കേട്ട് കണ്ണുനീർ വാർക്കുന്ന ഒരു പെണ്ണ് അകത്തുണ്ടായിരുന്നു. തുടരും.